നമസ്കാരം. 123 കോടിയുടെ ഹവാല ഇടപാടുകൾ, 150 കിലോ സ്വർണം, ഇതൊക്കെ 5 വർഷത്തിനിടയിൽ മലപ്പുറത്ത് നിന്ന് പിടികൂടി എന്ന് ദ ഹിന്ദു ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ഇവിടുത്തെ മതനിരപേക്ഷ മനസ്സ് തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടു. അതിനെ ഈ സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിരോധിച്ചത് നമ്മൾ കണ്ടു. അവസാനം ദ ഹിന്ദു മാപ്പ് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഒരു രാവും പകലും മുഴുവൻ അൻവറും മാധ്യമങ്ങളുമൊക്കെ അതെടുത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഈ വിഷയമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് നല്ല ഗംഭീരമായ പ്രതികരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണേണ്ട പ്രതികരണമാണ്. മാധ്യമങ്ങളുടെ വ്യാജ നിർമ്മാണ ഫാക്ടറിയുടെ മുതലാളിമാർക്ക് അവർക്കും കൊടുത്തിട്ടുണ്ട് നല്ല 1.5 അടി. ആ നേരത്തെ മാപ്രകളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങലുണ്ട്. അതുകൂടി ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. ഒപ്പം ആ നാക്കിനെല്ലില്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുന്ന PC ജോർജ്, ന്യൂ വേർഷൻ PC ജോർജ്, PV അൻവറിന് നല്ല മറുപടിയും മന്ത്രി മുഹമ്മദ് റിയാസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമുക്കതൊന്ന് കാണാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ. PR ഏജൻസിൻ്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റ് മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ പ്രസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യം, പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സമയക്കുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം പെൻഡിങ് ആണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ അതിലിപ്പോൾ നമ്മൾ വേറെ എന്ത് പറയും? അല്ല, അതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയേണ്ടത്. ഇപ്പോൾ നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഈ നേരത്ത് എന്തായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച? മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു. അതൊരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കലാണ്. ഇതായിരുന്നു ഇന്നലെ ഇറങ്ങിയ റീല്, ഇന്നലത്തെ CD അതായിരുന്നു. അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറെ പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോൾ മലപ്പുറം ജില്ല രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലെ ചൂണ്ടിക്കാട്ടി. ഞാൻ ആവർത്തിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായി BJP RSS കേന്ദ്രങ്ങളിൽ വലിയ അറ്റാക്ക് സഖാവ് പിണറായി വിജയൻ നേരിട്ടിട്ടുണ്ട്. സഖാവിൻ്റെ തലക്ക് വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബോധപൂർവം എന്തിന് ഇങ്ങനെയൊരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറയാത്ത കാര്യം കൊടുത്തു എന്ന് പറയുന്നു. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. നിങ്ങൾ എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി, ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി. പ്രതിപക്ഷത്തിൻ്റെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെയും വളരെ അപകടകരമായ രാഷ്ട്രീയ പ്രയോഗത്തെ തുറന്നു കാണിക്കാൻ അതിനുശേഷം നിങ്ങൾ എത്ര പേര് തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ആ വാദം പൊളിഞ്ഞപ്പോൾ അടുത്ത CD എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണല്ലോ. അതിൽ ഒരു സംശയമില്ല. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ പറയും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഒരു അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അത് ഞാനിപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞു, ബാക്കി പറയേണ്ട ആൾ ഞാനല്ല. ബാക്കി പൊതുവെ നമ്മൾ ഹിന്ദുവിനെ വിശേഷിപ്പിക്കുന്നതിന് ഒരു ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെയാണ് ആ ഒരു നിലപാടെടുക്കുന്ന ഹിന്ദുവാണ്. അപ്പം അങ്ങനെ ഒരു പത്രം, അങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല? അല്ല, ഇത് മറ്റേ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങളെ വിശേഷിപ്പിക്കുന്നത് വേറെ നിലയിലാണ്. ഓരോ ചാനലിനെയും
ചിലർ RSSൻ്റെ പാദസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ചിലർ ജമാഅത്ത് ഇസ്ലാമിയുടെ പാദസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ചിലരെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന UDFൻ്റെ ഓക്സിജൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലരെയും പലതും വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഞാനിത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. മുഖ്യമന്ത്രി പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്ര കാലം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി 1998 മുതൽ ഈ 2024 വരെ 1/4 നൂറ്റാണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പത്രക്കാരെ കണ്ടത്, പത്രസമ്മേളനം നടത്തിയത്, ഇടപെട്ടത്, എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങൾ, ഞാനും, സമൂഹവും. ഒരു സംശയമില്ല. ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വന്നത്. സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിത് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം. നിങ്ങൾ പല വ്യാഖ്യാനം നൽകി, എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഞാൻ പറയട്ടെ, പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിയിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് 2021 ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ്. അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ഇന്നലെ വേറൊരാളായിരുന്നു, നാളെ വേറൊരാളാകും. ആരാണോ തല, ആ തലയെ അടിക്കും. ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിനിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും. എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് മന്ത്രിയായാലും ശരി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായാലും ശരി, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIM-നെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറഞ്ഞു തന്നെ പോകും. ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് LDF സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ്, പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ കനകോലു ഇവിടെ വന്ന് പല നിലയിലുള്ള PR വർക്ക് കുറേ കാലമായിട്ട് നടത്തിയല്ലോ. കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നവരെ പലരും പറഞ്ഞല്ലോ. നിങ്ങൾ എത്ര പേര് കനകോലുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്? കനകോലുവിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ? നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്? എത്ര പേര് നിങ്ങൾ മിണ്ടിയിട്ടുണ്ട്? നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് മിണ്ടിയിട്ടില്ല? വളരെ ബോധപൂർവ്വം നിങ്ങൾ പരിശോധിക്കേണ്ടേ. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ, കേരളത്തിലെ LDF സർക്കാരിനെ തകർക്കാൻ കനകോലുവിൻ്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ? ശക്തമായി വന്നിട്ടുണ്ട്. നിങ്ങളാരും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. പറയാനുള്ളത് പറയും, പറഞ്ഞ് മുന്നോട്ട് പോകും. ഇവിടെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുക്കുമോ? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുന്നു. അതിപ്പോൾ ഇപ്പം ഇന്നലെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ ഈ മലപ്പുറം വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യം എനിക്കറിയില്ല, അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നുള്ളതാണ്. അതുവരെയുള്ള കാര്യമല്ല. എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ബന്ധപ്പെട്ടവർ പറയും. ഇതിൽ സ്വാഭാവികമായിട്ടും പറയുമല്ലോ. അതിപ്പോൾ എനിക്കിപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്താണ് സംഭവം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പല്ലേ. പക്ഷേ മലപ്പുറത്തെ വിഷയത്തിൽ എടുത്ത സമീപനമല്ല നിങ്ങളതിൽ എടുക്കേണ്ടത്. അതിലും നിങ്ങളിതുപോലെ CD കുറേ കൊണ്ടുപോയി അവസാനം അത് പച്ചക്കള്ളെന്ന് നാടറിഞ്ഞിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ പറ്റിയ അബദ്ധം പറയാൻ തയ്യാറായിട്ടില്ല. നിങ്ങളെ കുഴിച്ചടിച്ചതല്ല, നിങ്ങൾ കുഴിച്ചടിച്ചതാവാം, ചിലപ്പോൾ നിങ്ങളെ കുഴിച്ചടിച്ചതാവാം. ഇവിടുത്തെ UDFൻ്റെ നേതൃത്വമുണ്ട്, BJPയുടെ നേതൃത്വമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഇവരൊക്കെയുണ്ട്. ഇവരെ തുറന്നു കാണിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് പറ്റൂല. കാരണം നിങ്ങളുടെ ഉടമകൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ ഇതിപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾ കാട്ടിക്കൊള്ളുന്നില്ല. കാരണം അത് കാണിക്കാൻ പറ്റില്ല. ഉടമകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല.
കാണിക്കില്ല. പക്ഷേ അതൊരു വസ്തുതയാണ്. നിങ്ങളുടെ ഉടമകൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ വിരുദ്ധതയാണ്. ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേതാണെന്ന് നിങ്ങൾ കാണുന്നു. അതിനെ തകർക്കണം. അതിനെ തകർക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്കടിക്കണം. അതിൻ്റെ തല മുഖ്യമന്ത്രിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾ നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. ഞങ്ങൾ തുറന്ന് കാണിക്കും. ഇത്തരം കാര്യങ്ങൾ തുറന്ന് കാണിക്കും. വളരെ ഗൗരവമേറിയ പ്രശ്നമല്ലേ നിങ്ങൾ ഉന്നയിച്ചത്? എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത്? മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്ത EMSൻ്റെ പിന്മുറക്കാരനായ പിണറായി വിജയൻ തയ്യാറായി എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയമല്ലേ? മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണം ഏറ്റുപിടിച്ചില്ല. നിങ്ങൾ തിരുത്താൻ തയ്യാറായോ? ഏറ്റുപിടിച്ചില്ല. ഇത് കേക്ക്. അതിനുശേഷം അല്ല, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ്. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ്. നിങ്ങൾക്ക് പരസ്യമായി പറയാം. നിങ്ങൾക്ക് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ 10 രൂപ ആളുകളുണ്ട്. ഇത് വളഞ്ഞിട്ട് അടിയൊന്നുമില്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഏത് ശക്തികൾ പറഞ്ഞിട്ടും നിങ്ങൾ ഏറ്റുപിടിച്ചു. അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട്. പക്ഷേ കണ്ണാടിയിലെങ്കിലും നോക്കി അതൊന്ന് കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കി പറയാം. പറ്റിയതൊരു അബദ്ധമായിപ്പോയി എന്ന് പറയാൻ തയ്യാറാവും. ആ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറിയാണ്. നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച പോയിട്ട് ഞാൻ ഇപ്പോൾ പറയാനുള്ളത് പറഞ്ഞു. എന്തെങ്കിലും അതിൽ മറച്ചു വെക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി വേറെ ആരോടും ചോദിക്കാതെ കത്ത് കൊടുക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തു. ഇവിടെ ഇതിലൊരു കാര്യം ചെയ്യും. ബാക്കി എല്ലാവർക്കും ഇതായിട്ട് ഒറ്റ ഉത്തരം പറയാം. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ഒരു തരത്തിലും നമ്മൾ വിടൂല കേട്ടോ. അത് മനസ്സിലാക്കിയോ? ഇത് കഴിക്കോ? നിങ്ങൾ എന്ത് പ്രചരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷ പൊളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയും. അത് നിങ്ങളെ ഏത് ഉടമക്ക് തലവേദനയായിട്ടും കാര്യമില്ല. പറയേണ്ടത് കൃത്യമായിട്ട് പറയും. ഇവിടെയും കൃത്യമായിട്ട് അല്ല, ഇവിടെ ബാക്കി ഞാൻ പറഞ്ഞില്ല. ബാക്കി എങ്ങനെ പറയുന്നത്? ഇവിടെ കൃത്യമായിട്ട് പറയും. നിങ്ങളുടെ ഉടമകൾക്ക്, മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ പലരും പ്രദാനം ചെയ്യുന്ന മാധ്യമങ്ങൾ നാണമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ്. അത്രേ എനിക്ക് പറയണം. ബാക്കി നമ്മൾ പറയാം. അല്ല അത് നമ്മൾ അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറഞ്ഞത്. എനിക്കറിയുന്ന അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മാന്യമായ പ്രവർത്തനം അങ്ങ് തോന്നുന്നുണ്ടോ? കനകോല് വിഷയങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല അത് കേക്ക്. കനകോല് വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറാണെന്ന് പറഞ്ഞു. ഇനിയും പറയും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. നിങ്ങളത് ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ഇരു മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ ചില പ്രതിപക്ഷ നേതാക്കന്മാരും നിങ്ങളും ചില പ്രചരണം നടത്തും, ചില വ്യാഖ്യാനങ്ങൾ നടത്തും. ആ വ്യാഖ്യാനം നടത്തുന്നത് എൻ്റെ വായടപ്പിക്കാനാണ്. എന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. ഞങ്ങൾ പ്രതികരിക്കും. മന്ത്രിമാർ പ്രതികരിക്കും. ഇടതുപക്ഷ നേതാക്കൾ ഇപ്പം എല്ലാവരും പ്രതികരിച്ചു വരുന്നുണ്ടല്ലോ. ശക്തമായി പ്രതികരിക്കും. നിങ്ങൾ അവിടുന്ന് പറഞ്ഞു വിട്ട് ചിലത് ഉത്തരം കിട്ടാനെനിക്ക് എൻ്റെ വായിന്ന് കിട്ടൂല. മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ കൂടി ഇരിക്കാം. ഞാനിത് അവസാനം വരെ നിൽക്കാൻ തയ്യാറാണ്. നിങ്ങൾ എപ്പോൾ പൊയ്ക്കോ എന്ന് പറയുന്നത് അപ്പോൾ പോകാൻ തയ്യാറാണ്. നിങ്ങളുടെ ഈ വാർത്ത പ്രചരിപ്പിച്ച 10 എത്ര കൊല്ലമായി? ഇപ്പോൾ 26 കൊല്ലമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുക ഇല്ലേ? വേട്ടയാടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടോ? എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അല്ല അത് കേക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായി. ഇനിയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരിക്കും. ഇടതുപക്ഷം മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ്. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പോകും. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും. നിങ്ങൾ എന്തൊക്കെ കൊടുക്കും, എന്തൊക്കെ കട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല.
ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും, അത് പറഞ്ഞു പോകും. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരൊറ്റ സംശയമുള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അപവാദ പ്രചരണവും നടത്തിയിട്ടില്ല. അത് താങ്കൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണ്ട. ഇത് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെ മാത്രമാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകൾ ഓരോന്നെടുത്തോ നിങ്ങളത് അന്വേഷിക്കണമായിരുന്നു. അന്വേഷിച്ച് കൈകാര്യം എന്നിട്ട് മാത്രമല്ല പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് പറയും. ചിലപ്പോൾ എന്താ അറിയോ, എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും. പക്ഷെ നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങൾ ഡീപ്രൊമോഷൻ ചെയ്യപ്പെടുകയാണ്. ഞാൻ പറയട്ടെ മുഴുവൻ പറയട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രചരിപ്പിക്കുന്നു, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു, അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ഇതിൽ കാട്ടിയിട്ടുള്ള ഒരു വർക്ക്, ഒരു നെക്സസ് ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞില്ല ഇന്നലെ, ഒരു നെക്സസ് ഉണ്ട്. UDFിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്? UDFിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. മുന്നണിയിൽ ഇല്ലാന്നേ ഉള്ളൂ, എല്ലാ നിലയിലും സഹായിക്കുകയാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതവർഗീയവാദികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, തീവ്രവാദ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ശക്തികൾ നടത്തുന്നുണ്ട്. ഇടതുപക്ഷം ഇത് രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്നതാണ്. അത് എതിർത്ത് മുന്നോട്ട് പോകുന്നതാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം പ്രസ്ഥാനം ശക്തമായി നിൽക്കും, ശക്തമായ നിലപാട് സ്വീകരിക്കും. 100-200-ലധികം ആളുകൾ, സഖാക്കൾ RSSനെതിരെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി രക്തസാക്ഷികളായി. 100-200-ലധികം സഖാക്കൾ, ഞങ്ങൾ ഉൾപ്പെടെ ജീവൻ പോയാലും RSSനെ ശക്തമായിട്ട് എതിർക്കും, ശക്തമായി എതിർത്ത് പോകും. ആ പ്രസ്ഥാനത്തെ നിങ്ങൾ RSS ആയിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കില്ല. അതിലും വലിയൊരു ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തന രീതി ഉണ്ടോ നിങ്ങൾ പരിശോധിക്കണം. ഇതിപ്പോ ഇങ്ങനെ പോയ ഇതിന്റെ പ്രശ്നം ഇത് നമുക്കൊരു കാര്യം ഇത് കേൾക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാം, അത് അവർ പറയും. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പുറകോട്ട് പോകില്ല. കാരണം നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പൊളിറ്റിക്സ് പറയാതെ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാനും ജീവൻ പോയാലും ഈ രാഷ്ട്രീയം പറയുന്നതിന് പുറകോട്ട് പോകില്ല. എൻ്റെ പ്രസ്ഥാനം അതെന്നെ പഠിപ്പിച്ചതാണ്. എൻ്റെ ജീവൻ പോയാലും ഞാൻ പോരാടും. അപ്പോൾ പിന്നെ വെറുതെ നമ്മളിങ്ങനെ ഈ ഒരു തർക്കം നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ബാക്കി അപ്പോൾ കഴിഞ്ഞല്ലോ. നിങ്ങൾ ആദ്യം പോയിട്ട് കനകോലുവിൻ്റെ കാര്യം പഠിക്കും. നിങ്ങൾ പോയിട്ട് ജമാഅത്ത് ഇസ്ലാം ഇത് കേൾക്കും. അതെ ഇത് അതൊക്കെ പറയേണ്ടവർ പറയും. അതൊക്കെ അതല്ലേ ആദ്യം പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. പറയേണ്ടവർ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കൊരു നിർബന്ധമില്ല അവസാനിപ്പിക്കാൻ. ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളല്ലേ, ഇത് പൊളിറ്റിക്സ് അല്ലേ. ഇത് പൊളിറ്റിക്സ് അല്ലേ. അടുത്ത പറയും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വേറെ എന്ത് പുതിയ ചോദിക്കാൻ ചോദിക്കും. ആ ക്യാമറ അദ്ദേഹത്തിന് നേരെ പിടിക്കുന്ന പിന്നെ ഉടമ കണ്ടാൽ ഒരു പ്രൊമോഷൻ ഉറപ്പാണ്. അത് അങ്ങോട്ട് തിരിക്കും. നിങ്ങളെല്ലാം പരിഹസിക്കുന്നത്. നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്. നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ അടിമകളായ നിങ്ങളുടെ ഉടമകളെയാണ് പരിഹസിക്കുന്നത്. ഉടമകളെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ഇനിയും ചോദ്യം ചെയ്യും, ഒരു സംശയമില്ല. നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ നോക്കിയിരിക്കണം. ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമമുണ്ട്. അത് നിങ്ങളുടെ താല്പര്യമല്ല, നിങ്ങളുടെ ഉടമകളുടെ താല്പര്യം. ഇപ്പം കേരളയിൽ അവർ ഫ്ലോ കൊണ്ട് പോയി പോകും. അപ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങളോട് ഒരു പ്രയാസം, നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ ഇത് തുറന്നു കാണിക്കും. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി സ്ലീപ്പിംഗ് പാർട്ട്ണർ പറഞ്ഞ പ്രശ്നമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ കാര്യം പ്രശ്നമില്ല. ഈ കനകോല് വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പം കോൺഗ്രസ് തന്നെ ചർച്ചയാവുന്നു. നിങ്ങൾക്ക് വാർത്തയല്ല. നിങ്ങൾക്ക് ഇതൊന്നും ഈ സർക്കാർ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വാർത്തയല്ല. എനിക്ക് ഉറപ്പാണ്. ഞാനിവിടെ ഈ പത്രസമ്മേളനത്തിൽ കണ്ണൂർ ജില്ലയിൽ നടത്തിയ വികസനമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വാർത്തയാവില്ല. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉടമകൾ പലരും സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ഉടമകൾ ഇടതുപക്ഷ വിരുദ്ധതയുടെ അസുഖം ബാധിച്ചവരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എവിടെയും അവസാനിപ്പിക്കാന്ന് പറഞ്ഞില്ല. ഇനി തുടരാം. ആ ബോറായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.